PS സുനിൽകുമാർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങളും ശ്രദ്ധിക്കുന്നത്. ശ്രീജിത്തും പൂരം റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക ഷർട്ടിട്ട് സംവിധാനങ്ങളുമായി വരികയാണ്. ആനയുടെ ചിത്രമുള്ള ഷർട്ടൊക്കെ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയതാണ്. സജിത്ത്, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ല. അങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇവിടെ S. ഹരിശങ്കർ IPS ഉണ്ട്. അദ്ദേഹം കോട്ടയം മുതലേ നമുക്ക് പരിചയമുള്ള ആളാണ്. തൃശ്ശൂർ ഒരു പൂരം എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് ഉള്ള പരിപാടിയല്ലേ? റിസ്ക് അല്ല, പൂരം ഒരു പരമാവധി ആളുകൾക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഫെസിലിറ്റേഷൻ റോളാണ് പോലീസ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ബന്ദോബസ്തിലും ഉള്ള റിസ്ക് ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഡ്യൂ കോഷൻ വെച്ച് അത് കവർ ചെയ്ത് പോവാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു ഒരുക്കമൊക്കെ ഇപ്പൊ വിലയിരുത്തി വരുമ്പോ? നല്ല രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. ഒരുപാട് നല്ല കോർഡിനേഷൻ മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നല്ല കോർഡിനേഷനിലാണ് പോകുന്നത്. ഇപ്രാവശ്യം ഒരു നല്ല മികച്ച പൂരമായിരിക്കുന്ന പ്രതീക്ഷ. ആളുകൾ പലതും പറയുന്നുണ്ട് ഈ പൂരത്തെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഉദ്യോഗസ്ഥരെയും അങ്ങനെ അവരുടെ അനുഭവമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുകൂടിയുള്ള ഒരു ക്രമീകരണം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. പൂരം നടക്കുന്നതിന് ഏകദേശം 2 മാസം മുമ്പ് തന്നെ മുൻകാലങ്ങളിൽ പൂരവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും വലിയൊരു മീറ്റിംഗ് വിളിച്ച് എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്താണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും. അദ്ദേഹം S. ഹരിശങ്കറാണ് നമ്മളോട് സംസാരിച്ച. അദ്ദേഹം ഈ ഒരുക്കങ്ങളുടെയൊക്കെ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും സജിത്ത്, ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഇവിടുത്തെ എന്താ പറയുക, ജനം ഒന്നാകെ എത്തുന്നു. ഈ പൂരത്തിന്റെ വിശേഷങ്ങളൊക്കെ ആസ്വദിക്കാൻ VIP-മാരും മന്ത്രിമാരും ഒക്കെ എത്തുന്നു. അങ്ങനെ വലിയ ആവേശത്തിലേക്ക് നിൽക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഒരുപക്ഷെ ഈ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പുമായി ഈ തെക്കേ ഗോപുര നട തുറന്നുവരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു 10-15 വർഷമായിട്ടാണ് ഈ രാമനാണ് തൃശൂർ പൂരത്തിന് ഇങ്ങനെ ഒരു ആവേശം, ഈ വിളംബരത്തിനൊക്കെ ഒരു ആവേശം ഉണ്ടാക്കിയതെന്നുള്ളത്. തൃശ്ശൂരുകാരോട് നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പല അഭിപ്രായം പറയാറില്ല. അതാണ് ഇന്നിപ്പോ രാവിലെ സംസാരിച്ച എല്ലാവരും പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വിളംബരത്തിന് ഇത്രയധികം ആവേശം കൊണ്ടുവന്ന ആൾ രാമനാണ് എന്ന് മുൻ മന്ത്രിയായ സുനിൽകുമാർ പറയുന്നു, സാധാരണ ജനങ്ങൾ പറയുന്നു. അങ്ങനെ ഈ മനുഷ്യർക്കെല്ലാം ഏതാണ്ട് ഒരേ അഭിപ്രായമാണ്. ഇപ്പോൾ പൂരം പ്രമാണിമാരെ കുറിച്ചോ അല്ലെങ്കിൽ ആനകളെ കുറിച്ചൊക്കെ വ്യത്യസ്ത ഇഷ്ടങ്ങളുള്ള മനുഷ്യരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇവിടെ ഉള്ള ഈ മാറ്റങ്ങൾ, പൂരം കൂടുതൽ ജനകീയമാകും. നേരത്തെ ഒരു ദിവസത്തെ പൂരം മാത്രം മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇതൊക്കെ വെറും ചടങ്ങുകളായി മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് ഇത്രത്തോളം വലിയ അതായത് നാളെ ഈ കുടമാറ്റത്തിന്റെ ചടങ്ങൊക്കെ നടക്കുന്ന ആ സമയമാണ് സാധാരണഗതിയിൽ ഇത്രയധികം ആളുകൾ ഈ തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ ഇത്രത്തോളം തടിച്ചുകൂടുന്നത്. അന്നേരം കാണാൻ കുടമാറ്റമുണ്ടാകും, വലിയ മേളങ്ങളും വാദ്യമേളങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഒരൊറ്റ കാഴ്ചയാണ്. ആ കാഴ്ച ഈ ഒരു വലിയ സസ്പെൻസാണ്. ഈ തെക്കേ ഗോപുര നട തുറന്നു വരുന്ന നെയ്തലക്കാവ് ഭഗവതിയെ വണങ്ങാൻ, എറണാകുളം ശിവകുമാറിനെ കാണാൻ അത് ചടങ്ങിന്റെ ഭാഗമാണ്. സാധാരണ രാമൻ എത്തുമ്പോഴാണ് അവർ വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ രാമനില്ലാതെയും ഈ മനുഷ്യരെല്ലാവരും എത്തുന്നു. ഈ ഒരു വലിയ വികാരത്തിനൊപ്പം നിൽക്കുന്നു. അതിന് സമയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ്. അതായത് കാത്തിരിപ്പിന് യാതൊരു മുഷിപ്പുമില്ലാതെ അവരിങ്ങനെ അക്ഷമരായി എത്ര നേരമായി, എത്ര മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. പക്ഷെ ചടങ്ങുകളുണ്ട്. ചടങ്ങുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സുനിൽകുമാറും അല്ലെങ്കിൽ മന്ത്രിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓരോന്നിനും ചടങ്ങുണ്ട്. ഓരോ ഇടത്തെത്തുമ്പോഴും മേളത്തിനുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ മേളത്തിലടക്കം കൃത്യമായ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെയുള്ള ഒരു കാഴ്ചയാണ് ഈ തൃശ്ശൂർ പൂരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകൾ പൂർത്തിയാക്കണം. ഈ ചടങ്ങിനൊക്കെ നിന്ന് കാത്തിരുന്ന് തന്നെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന മനുഷ്യരാണ് തൃശ്ശൂരുകാർ. അവർ പെട്ടെന്ന് ഓടി വന്ന് എന്തെങ്കിലും കണ്ട് മടങ്ങി പോകുന്നവരല്ല. അവർ ഈ 2-3 ദിവസത്തെ പൂരം പൂർണ്ണമായും ആസ്വദിക്കാൻ വന്നു നിൽക്കുന്ന മനുഷ്യരാണ്. നേരത്തെ MR അഭിലാഷൊക്കെ സംസാരിച്ച പോലെ ഇതൊരു വികാരമാണ്. നമുക്ക് പലപ്പോഴും കോടതി മുറികളോ അല്ലെങ്കിൽ സർക്കാരുകളോ ഉദ്യോഗസ്ഥരോ എടുക്കുന്ന തീരുമാനത്തിനും പോലെ അല്ലായിരിക്കും മനുഷ്യരുടെ വികാരങ്ങൾ, മനുഷ്യരുടെ സ്നേഹം, മനുഷ്യരുടെ ആദരം ഒക്കെ അങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന മനുഷ്യരെ ഓരോരുത്തരും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ കാത്തിരിപ്പ് തുടരുകയാണ്. ഏത് നിമിഷവും ഇനി തെക്കേ ഗോപുര നട തുറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് 11 മണി എന്നുള്ളതായിരുന്നു. അത് ഈ നെയ്തലക്കാവിൽ അമ്മയുടെ ഘോഷയാത്ര അതിവിടേക്ക് എത്തുമ്പോഴുള്ള ഒരു വഴിയിലുള്ള സ്വീകരണം അങ്ങനെയൊക്കെ ഉള്ളത് വൈകി വരുന്നത് മൂലം ഈ ചടങ്ങുകൾ വൈകുന്നതാണ്. എന്തായാലും ഇത്തവണത്തെ പൂരം ഒരുപാട് പ്രത്യേകതകളുള്ള ഏറ്റവും നല്ലൊരു പൂരമായി മാറാൻ
എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന മനുഷ്യരെ സംബന്ധിച്ചും അത് തന്നെയാണ് വേണ്ടത്. അവർക്കിത് ആസ്വദിച്ച് അവരെത്തുന്നത് ഈ പൂരം കാണാനും ആസ്വദിക്കാനും അതിന്റെ കാഴ്ചകൾ കാണാനും ഒക്കെ വേണ്ടിയാണ്. അത് അനുഭവിച്ച് സ്വസ്ഥമായി മടങ്ങി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് അവരുള്ളത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. എന്തായാലും നെയ്തിലക്കാവിലമ്മ വടക്കുംനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുകയാണ്. വടക്കുംനാഥനെ വലം വെച്ച് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതോടുകൂടി പൂരവിളംബരമാവുകയാണ്. അങ്ങനെ ഈ കാത്തു നിൽക്കുന്ന പുരുഷാരങ്ങൾക്ക് മുന്നിലേക്ക് തെക്കേ ഗോപുരനട തുറക്കുമ്പോൾ പൂരാവേശം അത് വിളംബരം കൂടിയായി മാറുന്നു എന്നതാണ് സാഹചര്യം. വലിയ തയ്യാറെടുപ്പുകളുണ്ട്. കേരളമെമ്പാടും പൂരങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ പൂരമാവണമെങ്കിൽ അത് തൃശ്ശൂരേക്ക് എത്തണമെന്നതാണ് ഈ കാഴ്ചകൾ നമ്മെ സൂചിപ്പിക്കുന്നത്. തൃശ്ശൂർ പൂരം അക്ഷരാർത്ഥത്തിൽ അത്തരമൊരു വലിയ കാഴ്ച തന്നെയായി മാറുകയാണ്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാം പൂരം ഒരു ആവേശമാണ്. അത് പലതരത്തിലാണ്. ചിലരെ മേളത്തിൻ്റെ ആരാധകരാവാം, ചിലർ ആനപ്രേമികളാവാം, ചിലർക്ക് ഈ കാഴ്ചകളാണ്. എന്തായാലും PS സുനിൽകുമാർ സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു കാഴ്ചയാണ്. ഇതൊരു വലിയ വ്യത്യസ്തമായ കാഴ്ചയാണ്. ആ കാഴ്ചയാണ് ആനന്ദം. അത് തന്നെയാണ് അവിടെ തെളിയിക്കപ്പെടുന്നതും. എന്തായാലും മുൻവർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഈ പൂര വിളംബരത്തിനൊന്നും ഇത്ര വലിയ പുരുഷാരം, ഇത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ വ്യത്യസ്തമായ കാഴ്ച. സ്ത്രീകളൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് അങ്ങനെ അത് ആസ്വദിക്കാൻ ഇങ്ങനെ എത്തുന്നു എന്നതാണ്. അതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. അങ്ങനെ ഒരു വലിയ ആവേശ കാഴ്ചയായി അത് മാറുന്നു എന്നതാണ്. ആവേശം മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ പരമാവധി, അത് പൂരമാണെങ്കിൽ പൂരം, അതല്ലെങ്കിൽ മറ്റു കാഴ്ചകളാവട്ടെ, അങ്ങനെ എല്ലാവരും ആ ആവേശ കാഴ്ചകളിലേക്ക് എത്തുകയാണ്. തൃശ്ശൂർ പൂരം അത്തരമൊരു കാഴ്ച തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഇതാ ഇപ്പോൾ ആചാരപരമായ ചടങ്ങ് കൂടി എന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതായത് നെയ്തിലക്കാവിലമ്മ വടക്കുംനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുകയാണ്. നെയ്തിലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭഗവതി ആനപ്പുറത്ത് എറണാകുളം ശിവകുമാറിൻ്റെ പുറത്ത് എഴുന്നള്ളുകയാണ്. ഇതാ എഴുന്നള്ളി ഇപ്പോൾ വടക്കുംനാഥ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കാഴ്ചയാണ് ചരിത്രപരമായ കാഴ്ച. ആ കാഴ്ചയിലേക്കാണിപ്പോൾ നമ്മൾ എത്തുന്നത്. എന്തായാലും വളരെ പ്രത്യേകതയുള്ള ചരിത്രപരമായ കാഴ്ചയാണ്. വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലൂടെ ഉള്ളിലേക്ക് വടക്കുംനാഥനെ വണങ്ങാൻ നെയ്തിലക്കാവിലമ്മ പ്രവേശിക്കുന്നു എന്നതാണ് വിശ്വാസം. അങ്ങനെ നെയ്തിലക്കാവിലമ്മ പ്രവേശിച്ച് വടക്കുംനാഥനെ വലം വെച്ച് പിന്നീട് തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതോടുകൂടി പൂരവിളംബരമായി. പിന്നീട് നാളത്തെ പകൽപൂരം മൂലം ഘടകപൂരങ്ങളുടെ വരവ് പോക്ക് മുതൽ അങ്ങനെ വ്യത്യസ്തമായ പൂരക്കാഴ്ചകളിലേക്ക് നാടുണരുകയാണ്. അതാണ് അവിടെ കാണാനാവുന്നത്.